നൽകിയത്. പരിഗണനയിലിരുന്ന മുഴുവൻ ബില്ലുകളിലും ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ 5 ബില്ലുകളിലാണ് ഒപ്പിട്ടത്. ഗവർണറുടെ പക്കൽ ഒപ്പിടാൻ ഇനി ബില്ലുകൾ ഒന്നുമില്ല. നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ക്ഷീരസഹകരണ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ, ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ തുടങ്ങിയവയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടിരിക്കുന്നത്. ഇതോടെ പരിഗണനയിലുണ്ടായിരുന്ന ബില്ലുകളിലെല്ലാം ഒടുവിൽ ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു. ഈ ബില്ലുകൾ പാസാക്കുന്നില്ലെന്ന് കാട്ടിയാണ് CPIM ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തിയിരുന്നത്. രാജ്ഭവന്റെ പരിഗണനയിലുണ്ടായിരുന്ന മുഴുവൻ ബില്ലുകൾക്കും ഇതോടെ അനുമതിയായിരിക്കുകയാണ്. പട്ടയഭൂമി കാർഷികാവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന രീതിയാണ് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ല് പാസാക്കുന്നതോടെ മാറുക. മറ്റ് പാർട്ടികളും ഈ ബില്ല് പാസായി കിട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്തതാണ്. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്ക് പിന്തുണ നൽകാനാണ് ബില്ല് പാസാക്കിയെടുക്കുന്നതെന്ന ആക്ഷേപവും പലയിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ പ്രതിസന്ധിയിലായി CPIM. EP ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. CPM BJP ഒത്തുകളിക്ക് ഇതിലും വലിയ തെളിവില്ലെന്ന്